ഹായ് വെൽക്കം ടു 123 തോട്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവക്കാഡോ ബ്രെഡ് ടോസ്റ്റ് ആണ്. ഇതിനായി ഞാനിവിടെ ഒരു അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല പഴുത്ത ഫ്രൂട്ട് തന്നെ എടുക്കണം. ഇതിനിടയ്ക്ക് വരുന്ന ഈ ബ്ലാക്ക് പോർഷൻ ഒന്ന് എടുത്ത് കളയുക. ഇത് സീഡിന്റെ കവറിംഗ് ആയിട്ട് വരുന്ന ഭാഗമാണ്. ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പഴുത്ത ഫ്രൂട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ചവർപ്പ് രസവും ഉണ്ടാവും. ഒരുപാട് അടിയിലേക്ക് എടുക്കരുത്. പിന്നെ ഈ സീഡൊന്ന് കത്തി വെച്ചിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് വിട്ടുപോകുന്നോളൂ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഈ രീതിയിൽ ഈ പൾപ്പ് എടുത്ത് മാറ്റി വയ്ക്കുക. ആദ്യമായിട്ട് നമുക്ക് ഈ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ തക്ക രീതിയിൽ ഈ അവക്കാഡോയുടെ പൾപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതൊരു നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ കാൽഭാഗം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി, ഇതൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാൻ. ഒരു ക്യാപ്സിക്കത്തിന്റെ കാൽഭാഗം, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ പെപ്പർ പൗഡർ, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ബ്രെഡിന്റെ മേലെ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് രണ്ട് സൈഡും പാനിൽ വെച്ച് നന്നായി മുരിച്ചെടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിന്റെ മേലെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടി തക്കാളിയോ ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ബ്രെഡ് കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി അവക്കാഡോ ഉണ്ടാവുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് കൂടി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. വീറ്റ് ബ്രെഡ് ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ 123 തോട്ട്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.